ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി 50 ഇന്ന് 24,400 എന്നുള്ള ആ ഒരു ലെവലിന് മുകളിൽ കടന്നുകൊണ്ട് ശക്തമായ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പല കമ്പനികളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റുകളും അതുപോലെ FIAs കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ അവർ ഒരു ബയേഴ്സ് ആയിട്ട് മാറിയതും അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ അനുകൂലമായ നിലയിൽ നിൽക്കുന്നതുമൊക്കെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു കൺസോളിഡേഷന് ശേഷം നിഫ്റ്റി ആ ഒരു നിർണായകമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 24,150 24,200 സോണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മറികടന്നുകൊണ്ട് മുകളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ 24,400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 100-day 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ ട്രേഡ് ചെയ്യാണ്. അതായത് ഒരു അപ് ട്രെൻഡിലേക്ക് മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അതുപോലെ RSI 60 മുകളിലേക്ക് കയറിയതും MACD ഒക്കെ പോസിറ്റീവ് ഹിസ്റ്റോഗ്രാം വികസിക്കുന്നതുമൊക്കെ ബയേഴ്സിൻ്റെ ഒരു ശക്തമായ പങ്കാളിത്തമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ മാർക്കറ്റിൻ്റെ ആ ഒരു ഫിയർ ഗേജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ വിക്സ് അത് 11.8 എന്നുള്ള മൾട്ടി മന്ത് ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വളറ്റിലിറ്റി കുറയുകയും കുറച്ചുകൂടി സ്റ്റേബിൾ ആകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ മാർക്കറ്റ് ബൈ ഓൺ ഡിപ്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായൊരു സിനാരിയോ ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ അക്രോസ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ നല്ല ബൈങ് ആണ് പ്രകടമായിട്ടുള്ളത്. അതുപോലെ സെക്ടറുകളിലും ഭൂരിഭാഗം സെക്ടറുകളും പച്ചകത്തി നിൽക്കുന്നത് കാണാം. അവിടെ IT, ഹെൽത്ത് കെയർ പോലെയുള്ള അപൂർവം ചില സെക്ടറുകളിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുള്ളത്. അതുപോലെ ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ കാണാൻ കഴിഞ്ഞു. കാരണം ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അഥവാ DAC അവരുടെ ആ ഒരു യോഗത്തിൽ ഇന്ത്യയുടെ സായുധ സേനകൾക്കായിട്ട് 52,000 കോടിയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനുള്ള ഒരു പ്രാഥമിക അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിനെ ആക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ആക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി അത് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ഭരണ അനുമതിയാണത്. അപ്പോൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള മോഡേൺ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിൽ ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന ആകാശ് തരംഗ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, അതുപോലെ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ, അതുപോലെ മീഡിയം റേഞ്ച് സർഫസ് ടു സർഫസ് മിസൈലുകൾ, എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ ഹൈ സ്പീഡ് കമിക്കാസെ ഡ്രോണുകളെ കടലിൽ നിരീക്ഷിക്കുന്നതിനുള്ള നാവൽ ഡ്രോണുകൾ, അതേപോലെ തന്നെ എയർ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂഡോ സാറ്റലൈറ്റുകൾ, ഇതൊക്കെ അടങ്ങുന്ന 52,000 കോടിയുടെ ഓർഡറാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ലഭിക്കാൻ സാധ്യതയുള്ളത് പൊതുമേഖലാ കമ്പനികൾക്കായിരിക്കും. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ്, കാരണം റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും അതുപോലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും നിർമ്മിക്കുന്ന BEL-നായിരിക്കും ഈ ഒരു മേഖലയിൽ പരിഗണന കിട്ടുക. അതുപോലെ ഇന്ത്യയിലെ മിസൈൽ നിർമ്മാണത്തിൻ്റെ പ്രധാന ചുമതല ഭാരത് ഡൈനാമിക്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസൈൽ പ്രോഗ്രാമുകളുടെ വലിയൊരു പങ്ക് കിട്ടാൻ പോകുന്നത് BDL-നായിരിക്കും. അതുപോലെ ഡ്രോൺ പ്ലാറ്റ്ഫോമുകളും എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ഏവിയേഷൻ സംവിധാനങ്ങളുമൊക്കെ HAL വഴിയായിരിക്കും ഫുൾഫിൽ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ഇവിടെ ലൈംലൈറ്റിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഏകദേശം 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഇന്ന് ഷുഗർ സ്റ്റോക്കുകളിലും ഒരു ചലനം ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ ഡാൽമിയ ഭാരത് ഷുഗർ, ബൽറാംപൂർ ചീനി, ദ്വാരകേഷ് ഷുഗർ, ധംപൂർ ഷുഗർ തുടങ്ങി ഷുഗർ സ്റ്റോക്കുകൾ ഉയരാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് അവിടെ ചില പോളിസി ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു നയപ്രകാരം ഉയർന്ന അളവിൽ എത്തനോൾ ചേർത്ത പെട്രോൾ വേരിയൻറ്റുകൾക്ക് എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എത്തനോൾ ഉപയോഗം കൂട്ടാൻ അത് വലിയ പ്രോത്സാഹനം നൽകും. അപ്പോൾ ഷുഗർ മില്ലുകൾക്കും തങ്ങളുടെ എത്തനോൾ ഉൽപ്പാദനത്തിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കുവാൻ ഇത് വഴിയൊരുക്കും. ഇതുകൂടാതെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഷുഗറിൻ്റെ വില കിൻഡലിന് 200 മുതൽ 250 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിലുള്ള കുറഞ്ഞ മൺസൂണും അതുപോലെ തന്നെ ഈ എൽനിനോ കാരണം അടുത്ത സീസണിൽ ഈ കരിമ്പുൽപാദനം കുറഞ്ഞേക്കുമെന്നുള്ള ആശങ്കയും മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പോൾ അത് കാരണം ഷുഗറിൻ്റെ വില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ ഷുഗർ ഉൽപ്പാദകരായിട്ടുള്ള ബ്രസീലിലുണ്ടായിട്ടുള്ള ഉൽപ്പാദന കുറവും അതുപോലെ ഇന്ത്യയിലെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഷുഗർ ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 4 ആഴ്ചയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു. ഇതുകൂടാതെ ഷുഗർ കമ്പനികൾ ഇപ്പോൾ വെറും ഷുഗർ നിർമ്മാതാക്കൾ എന്നതിൽ നിന്നും മാറിയിട്ട് വരുമാനത്തിൻ്റെ വലിയ പങ്ക് അവർ എത്തനോൾ, ബയോഫ്യൂവൽസ് എന്നിവയിൽ നിന്നും കണ്ടെത്തുന്ന ഗ്രീൻ എനർജി കമ്പനികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ എത്തനോൾ സൗഹൃദമായിട്ടുള്ള ഒരു പോളിസിയും ഇപ്പോൾ നിലവിൽ
ഷുഗർ വിലയിലുണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള വർധനവുമാണ് ഇന്ന് ഷുഗർ സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. ഇതുപോലെ മാർക്കറ്റിൽ ഇന്ന് ധാരാളം കമ്പനികളുടെ താൽക്കാലിക ബിസിനസ് അപ്ഡേറ്റുകൾ വന്നതായിട്ട് കാണാം. അപ്പോൾ റിസൾട്ടിന് മുന്നോടിയായിട്ട് കമ്പനികൾ പുറത്തുവിടുന്ന അവരുടെ പ്രൊവിഷണൽ ബിസിനസ് അപ്ഡേറ്റ്സ് ആണിത്. ഇപ്പോൾ പ്രധാനമായിട്ടും ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനികളും അതുപോലെ വേദാന്ത ഗ്രൂപ്പും ഒക്കെ ഇത്തരത്തിൽ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടതായിട്ട് കാണാം. ഇപ്പോൾ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇതിലേറ്റവും പ്രധാനം. അവിടെ ലോൺ അഡ്വാൻസുകൾ 15%, ഡെപ്പോസിറ്റ് 14% വെച്ചിട്ട് ഇയർ ഓൺ ഇയറിൽ വർധനവ് രേഖപ്പെടുത്തിയതായിട്ടാണ് അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ കാണുന്നത്. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റേത് 18% മികച്ച വളർച്ചയോടെയാണ് അവരുടെ ക്വാർട്ടർലി അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ യെസ് ബാങ്കിൻ്റെ കാര്യത്തിലും 18% ലോൺ അഡ്വാൻസുകളും അതുപോലെ 14% ഡിപ്പോസിറ്റ് വളർച്ചയും അവരുടെ അപ്ഡേറ്റിൽ കാണാം. അതുപോലെ ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോൺ അഡ്വാൻസ് 16% വർദ്ധിച്ചിട്ടുണ്ട്. കാസ റേഷ്യോ 29% മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെയും ഡെപ്പോസിറ്റ് 4.5% വെച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ കരൂർ വൈശ്യ ബാങ്ക് 15% ബിസിനസ് വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ അവരുടെ അപ്ഡേറ്റ് ഈ രീതിയിൽ പുറത്തുവിടുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. കൂടാതെ ഈ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികളുടെയും പല അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ അവരുടെ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ 16% വർദ്ധിച്ചതായിട്ട് കാണാം. അതുപോലെ വേദാന്ത ഗ്രൂപ്പിൻ്റെ ഡീമേർജറിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അലൂമിനിയത്തിൻ്റെ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്ക് പോസിറ്റീവ് അപ്ഡേറ്റ് വന്നതിന് കാരണം അവിടെയും നല്ല മുന്നേറ്റം നമുക്ക് ഇന്ന് കാണാൻ കഴിയും. എന്നാൽ വേദാന്ത അയൺ, സ്റ്റീൽ, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വേദാന്ത പവർ ഇവയുടെ ഉൽപ്പാദനത്തിൽ 5 മുതൽ 8% വരെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്കിൽ ചില വോളറ്റിലിറ്റി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മറ്റ് സെക്ടറുകളിൽ നിന്നും ഇത്തരത്തിൽ അപ്ഡേറ്റ് കാണാം. ഇപ്പോൾ പ്രമുഖ ലിക്കർ നിർമ്മാതാക്കളായിട്ടുള്ള റാഡിക്കോ കൈത്താൻ അവരുടെ മാജിക് മൊമെൻറ്റ്സ് വോഡ്ക റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയിട്ടുള്ളത്. 43% ഇയർ ഓൺ ഇയർ വർധനമാണ്. അതേപോലെ ഡാബർ, സെൻഗോ ഗോൾഡ്, നൈക്ക പോലെയുള്ള കമ്പനികളും തങ്ങളുടെ ആ ഒരു സെയിൽസ് ട്രെൻഡുകൾ വ്യക്തമാക്കുന്ന അപ്ഡേറ്റുകൾ മാർക്കറ്റിൽ റിലീസ് ചെയ്തതായിട്ട് കാണാം. ഇനി നമ്മൾ മാർക്കറ്റിൽ ടെക്നിക്കലായിട്ട് ഒരു സ്വിംഗ് ട്രേഡിന് പരിഗണിക്കാവുന്ന 2 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് CIE ഓട്ടോമോട്ടീവ് ആണ്. ഇതിൻ്റെ പ്രൈസ് നിലവിൽ 470 എന്നുള്ള റേഞ്ചിലാണ്. ഇതിൻ്റെ RSI 55 എന്ന ലെവലാണ് കാണുന്നത്. PE റേഷ്യോ 20 മാത്രമുള്ള ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ 463 എന്ന ലെവലാണ്. അപ്പോൾ ആ ലെവലിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാവുന്ന ഒരു ലെവലാണ് CIE ഓട്ടോമോട്ടീവ് കാണുന്നത്. അപ്പോൾ ഒരു 480 എന്നുള്ള ഒരു ഷോർട്ട് ടേം റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണിത്. മറ്റൊന്ന് മയൂർ യൂണിക്കോട്ടേഴ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 853 എന്നുള്ള റേഞ്ചിലാണ്. RSI ഇപ്പോൾ 71 ലെവലിൽ ഓവർ ബോട്ട് സോണിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എൻട്രി ലെവലല്ല. പക്ഷെ അവിടെ നിന്നൊരു പുൾ ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏകദേശം 855 എന്ന സപ്പോർട്ട് ലെവലിലേക്ക് വരികയാണെങ്കിൽ അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 902 ആണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഷോർട്ട് ടേം സ്വിങ്ങിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് മയൂർ യൂണിക്കോട്ടേഴ്സ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ കാണുന്നത് 1.4 എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ളൊരു പുട്ട് കോൾ റേഷ്യോ ആണ്. അപ്പോൾ അവിടെ ഒരു ബുള്ളിഷ് കൺട്രോൾ മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പുട്ട് കോൾ റേഷ്യോ ആണിത്. അപ്പോൾ ഓരോ ഡിപ്പിലും മാർക്കറ്റിനെ താങ്ങി നിർത്താൻ പുട്ട് റൈറ്റേഴ്സ് തയ്യാറാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഒരു വലിയ തകർച്ചയ്ക്ക് സാധ്യതയില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിന് 24,400 മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മാക്സ് പെയിൻ ലെവലിന് മുകളിലാണ്. അത് 24,400 ആണ് മാക്സ് പെയിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24,400 ഒരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ആയിട്ട് നാളത്തെ എക്സ്പയറിയിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ കാണുന്ന 24,500 24,600 എന്നുള്ള ആ ഒരു ലെവലുകളിലാണ്. അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ട് കോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാര്യമായ നെഗറ്റീവ് വാർത്തകളൊന്നും ഇല്ലെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത ലക്ഷ്യം ഈ ഒരു 24,500 ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.